ഞങ്ങളങ്ങനെ പൂണ്ടിയിലെത്തി. പാട്ടൊക്കെ ഇട്ടില്ലേ? കാണിച്ചു തരാവേ. KSRTC ആണത്? അല്ല, KSRTC അല്ല, TSRTC. അങ്ങനത്തെ ഒരു ബസ്സിൽ കയറി പൂണ്ടിയിൽ വന്നിറങ്ങി. അവിടുന്ന് ഇനി നേരെ കൂവാഞ്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത് അറിഞ്ഞോടാ. അടുത്തത് മാപ്പ് ഇട്ടിട്ട് നമ്മൾ നടക്കും. കൊള്ളാം, ഡേ 1 കൊള്ളാം. ഇനി കൂടുതൽ അപ്ഡേറ്റ്സ് കൂടുതലായിട്ട് വരും. പിന്നെ നമ്മൾ ഐഫോനൊന്ന് വീണു. ആ വീഡിയോ വേണമെങ്കിൽ ഞാൻ നിങ്ങൾ പറഞ്ഞ പ്രേക്ഷകർ പറഞ്ഞ എന്റെ 100 സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ ഞാൻ ഇടാം. ആ വീഡിയോ ഞാൻ ഇടാം. ഓക്കെ, അപ്പൊ ബൈ ഗൈസ്. അടുത്ത ഇല്ല എന്റെ പൊന്നു പറഞ്ഞ ഞാൻ ഇടില്ല. അവള് വീഴണതാണ്. ഞാൻ ഇടില്ല. അപ്പൊ വീഴ്ചയൊക്കെ സർവ്വസാധാരണമാണ്. നിങ്ങൾ വീണിട്ടില്ലേ? അതും അപ്പിളോടുത്ത വീട്. അപ്പി വീണോ? ഞാന് ഇല്ല, ഇരുന്നത് ഇല്ല. ഇവിടെ അപ്പിളോടുത്താണ് കഴിച്ചിരുന്നത്. ഞാൻ കാണിച്ചത് അപ്പി. ഇതേ കണ്ടാ? അത് ഉണങ്ങിയപ്പി. അപ്പൊ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണാത്ത പല കാഴ്ചകളുണ്ട്. അതിലൊന്നാണ് ഇപ്പൊ പോയത്. ആ കാഴ്ചകളൊന്നും നമുക്ക് ക്യാമറയിലും പകർത്താൻ പറ്റില്ല. ഒട്ടും പറ്റൂല. അല്ലെങ്കിൽ കാണിച്ചു കൊടുത്താലാ? നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതും നമ്മൾ മെമ്മറിയിൽ സേവ് ചെയ്യണം. പൂണ്ടി ഫുള്ള് അപ്പിയാണ്. ഉള്ളപ്പിയാണ്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ? നമ്മ ഓപ്പൺ ആയിട്ട് പറയാം, പൂണ്ടി ഫുൾ അപ്പിയാണ്. പിന്നെ കാണിച്ചറ ഞങ്ങൾ ഫുള്ള് സ്പോട്ടാണ് തോന്നുന്നില്ലേ? കോഴിനെ കൊല്ലണ സ്പോട്ട്, കോഴി സ്പോട്ട്. എടി ഇവിടെ ഇപ്പൊ നമ്മ പൂണ്ടി കഴിഞ്ഞു. നെക്സ്റ്റ് കുറുവാഞ്ചി. എന്താ സ്ഥലത്തിന്റെ പേര്? കാവുഞ്ചി. നമ്മ കാവുഞ്ചിക്ക് പോവാണ്. മലയാളികളുണ്ട്, ഒരുപാടുണ്ട്. ഈ വന്നതും പോണതൊക്കെ മലയാളികളാ. അതെ, ഫുള്ള് മലയാളികളാ. ബ്രോ, അടുത്ത് നമ്മളും മലയാളികളാണ്. കല്ലിട്ട നമ്മളെ തലയിലും വീഴും. ഗൈസ്, പൂണ്ടി, the magic of പൂണ്ടി. നമുക്ക് കുറെ കയറാണ്ടായിരുന്നു. ആ കാണുന്ന മലൊക്കെ അല്ലേ, അതൊക്കെ കയറണ്ടായിരുന്നു. വയ്യ, പ്രായമായില്ലേ. നമ്മളിൽ ബഡ്ജറ്റില്ല. അപ്പൊ നമ്മ ഇവരൊക്കെ കണ്ടിട്ടിങ്ങനെ നമ്മൾ പൂണ്ടി കണ്ടു. ഇപ്പൊ കഴിയുന്നില്ല. കാരണം നല്ലതാണ്, സഹിക്കാൻ വയ്യ. ഇവിടുന്ന് എങ്ങനെയെങ്കിലും അടിയിലേക്ക് എത്തണം. അടിയിലേക്ക് എത്തിയിട്ട് അവിടുന്ന് ബൈക്ക് ട്രെയിൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ബാംഗ്ലൂർ എത്തണം. വയ്യ, തീരെ വയ്യ. കയ്യൊക്കെ പൂച്ചി പിടിച്ചു എൻ്റെ. സോ അടിയിലേക്ക് എത്തിയിട്ട് അങ്ങനെ വീഡിയോ ചെയ്യാം അല്ലേ? അതാ ഞങ്ങൾ അടിയിലേക്ക് എത്തിയിട്ട് വീഡിയോ ചെയ്യാം. അല്ലാണ്ട് കൈ പോലും വിറച്ചിട്ട് എടുക്കാൻ പറ്റില്ല.